നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന. കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ പ്രകടമായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പടന്നക്കാട് ശ്രീനാരായണ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും മൂന്നാമതൊരു ഊഴം കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുകയാണെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ ML അശ്വിനി വോർക്കാടി പഞ്ചായത്തിലെ ബൂത്ത് 49 കൊഡ്ലമുഗുരു ശ്രീ വാണി വിജയ AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അശ്വിനി. നാടിന്റെ വികസനം നടപ്പാക്കുന്നവർക്കാണ് വോട്ടെന്നും നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കാൻ പാടില്ലെന്നും നടൻ ഉണ്ണിരാജ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കൊവൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണിരാജ്. വികസനത്തിന് ഒരു വോട്ട് എന്നും LDF ഭരണം തുടരുമെന്നും എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടെന്നും സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ പുത്തിലോട്ട് AUP സ്കൂളിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ എത്തിയതിനെ തുടർന്ന് UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പുത്തിലോട്ട് AUP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലാണ് സംഭവം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി AKM അഷ്റഫ് ബഡാജെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഉദുമ മണ്ഡലം LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 177 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ ഉദുമ നിയോജക മണ്ഡലത്തിലെ പൊയ്നാച്ചി തെക്കൽപ്പറമ്പ് UP സ്കൂൾ 41 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ പ്രകടമായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പടന്നക്കാട് ശ്രീനാരായണ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കുമാരി അല്ലേ ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും മൂന്നാമതൊരു ഊഴം കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുകയാണെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടർക്ക് പണം നൽകിയ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്നും പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നും ആ ചെറുപ്പക്കാരനെ കരണത്തടിക്കുമെന്ന് പറയാൻ അവർക്കാരാണ് അധികാരം നൽകിയതെന്നും പണം നൽകിയ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വോട്ട് ചെയ്തു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. ഞാനിന്ന് മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ട് അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെയാണ് മണിക്കൂറുകളെടുത്ത് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. മൂന്നാമതൊഴും കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്ന ദിവസം പോലും അദ്ദേഹം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്തിയ ഒരു തനി ആവർത്തനം ഇന്നും നടത്തിയത്. ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി, അതായത് 100-ന് പുറത്ത്, ഒരുപക്ഷെ 1977 സംഭവിച്ച പോലെ 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരാനുള്ള
ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുമ്പോൾ ഒരു ഈട്ടിത്തടി നിന്നാൽ ആ ഈട്ടിത്തടി കടപുഴകി പോകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ MLA-മാരുടെ പെർഫോമൻസ് ഒന്നും ഒരു വിഷയമാക്കുന്നില്ല. ജനങ്ങൾ ഭരണം ഒരു വിഷയമാക്കുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ നിന്നൊരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മോചനത്തിന് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് ആ മാർഗം അവർ അവലംബിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം തന്നെ കേരളത്തിലുണ്ടാകും. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു പാഠവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾക്കൊണ്ടിട്ടില്ല. ഇത്തവണ നമുക്കറിയാം ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം അടക്കം. ഇപ്പോൾ ഏറ്റവും അവസാനം BJP-ക്കാർ കൊണ്ടുവന്ന ഫോറിൻ റെഗുലേഷൻ ആക്ട് ഉണ്ടല്ലോ, അപ്പോൾ അതും വളരെ ഗുരുതരമായ ഭവിഷ്യത്താണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഒരു വശത്ത്, അതുപോലെ തന്നെ വർഗീയ ശക്തികളെ മുഴുവൻ സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചു. ശ്രമിച്ചിട്ട് അത് UDF-ൻ്റെ തലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് ഒരു ചൊല്ലുണ്ട്. ഇവിടെ പൗലോസ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് വെൽഫെയർ പാർട്ടിയെ തൊട്ടാൽ ശുദ്ധമാണ്. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ പുണർന്നാൽ അത് ശുദ്ധമാണ്. അദ്ദേഹം PDP-യുമായി ചങ്ങാത്തം ഉണ്ടാക്കിയാൽ അതെല്ലാം വർഗീയ വിരുദ്ധതയാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ UDF-ന് അനുകൂലമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് വർഗീയതയായി ആളിക്കത്തിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരും, അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ ഞാൻ എല്ലാ ചാനലിലും കണ്ടത് പാലക്കാട്ടാണ്. പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ കാറിൽ പണം കൊണ്ടുവന്ന് കാറിൽ സഞ്ചരിച്ചൊരു സ്ത്രീയെ കൊണ്ട് പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. കയ്യോടെ പിടിച്ചതിന് ശേഷം അവർ നടത്തിയ പ്രസ്താവനകൾ ഓരോന്നും ജനാധിപത്യത്തിന് അപമാനമാണ്. അത് പിന്നെ നമ്മൾ പറയത്തില്ലേ, അരി തിന്നതും പോരാ കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറിവുറുപ്പെന്ന് പറഞ്ഞ കണക്ക് അവർ പിന്നെ എന്തെല്ലാമോ പിളമ്പെന്ന് കണ്ടു. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റുന്ന ഒരു ചൊല്ലുണ്ട്. അവർ ജനാധിപത്യ സമൂഹത്തിനൊരു അപമാനമാണ്. BJP-ക്ക് അവരൊരു മുതൽക്കൂട്ടാണ്. കാര്യം BJP-യുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമാണല്ലോ ഈ പണം കൊടുക്കുക. പണാധിപത്യത്തിലൂടെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീ എന്തൊക്കെയാണ് പറഞ്ഞത് അവരുടെ മകൻ്റെ പ്രായമുള്ള കുട്ടികളെക്കുറിച്ച്? ആ കുട്ടികൾക്ക് ഇത്തവണ ഈ സോഷ്യൽ മീഡിയയിൽ അവാർഡ് കൊടുക്കുന്ന ആ കുട്ടികൾക്ക് കൊടുക്കണം. എത്ര മനോഹരമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്, പണം കൊടുക്കുന്നത്, തിരിച്ചു പോകുന്നത്. ഇവരാരാ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ? ഇവരാരാണ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്ത് ആ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാൻ? അപ്പോൾ ഒരു അബദ്ധം പറ്റി. കേരളത്തിൻ്റെ പൊതുജന സമൂഹത്തോട് മാപ്പ് പറയണം, അവരെ അയോഗ്യരാക്കണം. ഞാൻ ചോദിക്കട്ടെ, പണവും കൊണ്ടുവന്ന അവരുടെ കാറിലാണ്, ആ പണം കൊണ്ടുവന്ന സ്ത്രീ സഞ്ചരിച്ച അവരുടെ കാറിലാണ്. ആ കാർ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുത്തില്ല? പോലീസ് കസ്റ്റഡി എടുക്കണ്ടേ? കേസെടുക്കണ്ടേ? കേസെടുത്ത ആ വാഹനം പോലീസ് സ്റ്റേഷൻ ഇടണ്ടേ? ബാക്കിയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അനുസരിച്ച് നടക്കട്ടെ. പക്ഷേ പോലീസ്, അതാണ് ഞാൻ പറഞ്ഞത്, BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. അതിൻ്റെ ഫലമാണല്ലോ കയ്യോടെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനോ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായല്ലോ. സ്ഥാനാർത്ഥിയെ വിട്ടേക്ക്, അവർ പോയി വോട്ട് പിടിക്കട്ടെ. പക്ഷേ ആ സ്ത്രീ, പണം കൊടുത്ത സ്ത്രീ, അവർ BJP-യുടെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കസ്റ്റഡി എടുക്കാനും വാഹനം കസ്റ്റഡി എടുക്കാനും പോലീസ് തയ്യാറാകാത്തതിന് കാരണം ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. നാടിന്റെ വികസനം നടപ്പാക്കുന്നവർക്കാണ് വോട്ടെന്നും നാട്ടിൽ തൊഴിലില്ലായ്മയുണ്ടാക്കാൻ പാടില്ലെന്നും നടൻ ഉണ്ണിരാജ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കൊവൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടൻ ഉണ്ണിരാജ്. ഭരണമാറ്റം ഉണ്ടാകില്ലെന്നും ഉണ്ണിരാജ് അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്തു. എൻ്റെ കൊവൽ സ്കൂള് 6-ാം വാർഡിൽ നിന്ന് വോട്ട് ചെയ്തു. ഇതെൻ്റെ വീട്, ഇത് സ്കൂള്. കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന 18 വയസ്സ് മുതൽ അന്ന് വരെ ഇവരെ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ഒരു സിനിമാ ലൊക്കേഷൻ നിന്നാണ് വരുന്നത്. കുറേ ദിവസങ്ങൾ രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞ് ഇന്ന് എത്തി. അപ്പം ലോകത്ത് എവിടെയുണ്ടെങ്കിലും മലയാളികൾ, ബാക്കിയാരും നമുക്കറിയില്ലോ, അവർ വോട്ട് ചെയ്യും.
കളിയാട്ടമാണെങ്കിലും വോട്ടാണെങ്കിലും നമ്മുടെ നാടിന് ഉത്സവമാണ്. അപ്പോൾ അവർ അടിപൊളിയാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് നാടിൻ്റെ വികസനം ആരാണോ ചെയ്യുന്നത് അവർക്കാണ് വോട്ട്. അതിലൊരു മാറ്റമില്ല. നാടിന് തൊഴിലില്ലായ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്ന കാലത്ത് ഇപ്പോൾ മാറി വരുന്നിട്ട് എല്ലാവർക്കും തൊഴിലുണ്ടാവണം. യുവാക്കളൊക്കെ നല്ല തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കാനല്ലേ, അവർക്ക് തന്നെ പുതിയ എംപ്ലോയ്മെൻറ്റിലൊക്കെ പല ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. തൊഴിലില്ലായ്മ ഉണ്ടാവണം, എപ്പോഴും തൊഴിലില്ലായ്മ ഉണ്ടാവണമെന്നല്ല, തൊഴിലില്ലായ്മ ഉണ്ടാവാൻ പാടില്ല, തൊഴിലുണ്ടാവണം. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന കാലത്ത് തൊഴിലുണ്ടാവണം. പിന്നെ വികസനത്തിനാണ് വോട്ട്. നാടിൻ്റെ വികസനം, റോഡ് മാത്രമല്ല, കുടിവെള്ളം ഇല്ലാത്ത പല സ്ഥലങ്ങൾ അതൊക്കെ ഉണ്ടാവണം. റോഡൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ചെറിയ റോഡുകളും വലിയ റോഡുകളും NH എല്ലാം ഗംഭീരമാണ്. അതുപോലെ നാടിൻ്റെ ചില സ്ഥലങ്ങൾ കുടിവെള്ള രൂക്ഷമാവുന്ന സ്ഥലമുണ്ട്, ഉപ്പുവെള്ളമില്ലേണ്ട സ്ഥലമുണ്ട്. അതൊക്കെ അവർക്ക് ഏറ്റവും പ്രധാനമാണ്. റോഡിനേക്കാൾ ഉപരി അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ മനസ്സിലാവുന്നു, പല നാട്ടിലും ഏടാന്നില്ല പറയുന്നില്ല, പല നാട്ടിലും സഞ്ചരിക്കുന്ന ഒരു കലാകാരനായിട്ടോ പറയുന്നത്, പല നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ദിവസം ഇങ്ങനെ വരാൻ കഴിഞ്ഞും വോട്ട് ചെയ്യാൻ വരുന്നു ഞാൻ ഒരു മനസ്സിൽ കണ്ട ഒരാളുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ പൊളിറ്റിക്സ് എന്നൊക്കെ ഉണ്ട്. എൻ്റെ യാത്രകളെ ഒരു കലാകാരനെ അത് പല രീതിയിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല തന്നെയാണ് എൻ്റെ യാത്രയിൽ, ഒരു കലാകാരൻ്റെ യാത്രയിൽ കേരളത്തിലെ പല നാട്ടിൽ പോകുമ്പോൾ മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. നാടിൻ്റെ വികസനത്തിനാണ് വോട്ട്, അതിന് സംശയമില്ല. നിങ്ങൾ പഠിച്ച സ്കൂളാണത്? അത് ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ ഇവിടെ പഠിച്ച് അവിടെ തന്നെയാണ് വോട്ട്. പിന്നെ കുട്ടമത്ത് ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചത്. പഠിച്ച സ്കൂളിലൊക്കെ ഇപ്പോൾ എത്തുന്നത് നിങ്ങളൊരു നടനായിട്ട് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ, പഠിച്ച കാലവും ഇപ്പോഴത്തെ കാലവും കൂടി വ്യത്യാസം അങ്ങനെ നിങ്ങൾ ഓർത്തത്? രണ്ടും 2 കാലമാണ്. കാരണം പണ്ട് എൻ്റെ അമ്മമ്മ ആരാ സ്ഥാനാർത്ഥിയൊന്നും അറിയില്ല എൻ്റെ അമ്മമ്മക്ക്. അപ്പം ഒരു ചിഹ്നം ഉണ്ടാവും, ആ ചിഹ്നം നോക്കിയിട്ടാണ് പോലെ. അപ്പം ഓപ്പൺ വോട്ട് ചെയ്യേണ്ട സമയമെല്ലാം ഉണ്ടാവും, ആ വയസ്സായിട്ട്. പക്ഷേ ഓപ്പൺ വോട്ട് ചെയ്യാൻ പറ്റില്ല. അമ്മക്ക് അറിയും, ആ ചിഹ്നം ഞാൻ കാണുന്നുണ്ടല്ലോ, അത് വേറെ ചിഹ്നം നോക്കൂല, അതിൻ്റെ അർത്ഥം അതാണ് ആ കാലം. ഈ കാലം അങ്ങനെയൊന്നുമല്ല. ഈ കാലം എന്ന് പറയുന്നത് പുതിയ കാലത്ത് പുതിയ പിള്ളന്മാർ. എൻ്റെ വീട്ടിൽ ഞാനൊരു ചക്കനുണ്ട്, ഓട് വെച്ചു നീ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ ആർക്കാണെന്ന് അറിയാം. അത് അച്ഛൻ പറയണ്ട, അത് കറക്റ്റാ, ഒരാളെ സ്വാതന്ത്ര്യമാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. പണ്ട് അമ്മമ്മ നമ്മളെ പഠിപ്പിച്ചെന്നാണ്, ഇതാണ് നമ്മൾ ഓർമ്മയിൽ. അതേ എന്ന് പറഞ്ഞ് അമ്മമ്മേരെ കൂടെ നടക്കുന്ന ഒരു കാലം. അല്ല, അമ്മമ്മ പഠിപ്പിച്ചു തന്ന അത് മോശമല്ലല്ലോ, അതെ നല്ലതാ. അതെ, അമ്മമ്മ പഠിപ്പിച്ചു തന്നത് ഞാൻ കാലം മാറുമ്പോൾ ചിലപ്പോൾ നമ്മളെ മാറ്റം ഉണ്ടാവണം എന്ന് തോന്നലുണ്ട്. മാറ്റം ഉണ്ടാകാൻ തോന്നിയിട്ടാ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Bridals by Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി
വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. വികസനത്തിന് ഒരു വോട്ട് എന്നും LDF ഭരണം തുടരുമെന്നും എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടെന്നും സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന് പറയാനുള്ള നമ്മളെ വികസനത്തിനൊരു വോട്ട് തുടരുമോ മാറുമോ? തുടരും ഒറ്റവാക്കേ ഉള്ളൂ. ഉണ്ണിയേട്ടനോട് സംസാരിച്ചപ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ നാട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് പിന്നെ ഇപ്പം മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ എന്തായാലും ഉൾക്കൊണ്ടേ പറ്റും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ നമുക്ക് മംഗലാപുരത്തൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ കാസർഗോഡ് നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള മേൽപ്പാലം ഉൾപ്പെടെ നല്ല ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പെൻഷൻ കാര്യമായാലും എല്ലാം, സ്ത്രീ സുരക്ഷാ പദ്ധതി ആയാലും എല്ലാം മികച്ച നിലയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാഷ് ജനപ്രതിനിധിയായതിനു ശേഷം സിനിമാ നടനായ ആളാണ്. അപ്പോൾ സാധാരണ സിനിമാ നടനായിട്ട് ജനപ്രതിനിധിയാകാനുള്ള ശ്രമം ധാരാളം ആളുകൾ നടത്തുന്നുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഒരു അവസരം വന്നാൽ ഇനി കുപ്പായം വീണ്ടും പഞ്ചായത്ത് മെമ്പറായി ഇനി ഏതായാലും ജനപ്രതിനിധിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുപ്രവർത്തനം നടത്തും. രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ജനപ്രതിയാവാത്ത സിനിമാ നടന്മാർ വേണമെങ്കിൽ ശ്രമിച്ചോട്ടെ. ഞങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായമില്ല. അതാ വ്യക്തിപരമായ കാര്യമല്ലേ, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. തൃക്കരിപ്പൂർ പുത്തലോട്ട് AUP സ്കൂളിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ എത്തിയതിനെ തുടർന്ന് UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പുത്തലോട്ട് AUP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലാണ് സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പലയിടങ്ങളിലും പണിമുടക്കിയത് വോട്ടെടുപ്പ് വൈകാൻ കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പലയിടങ്ങളിലും പണിമുടക്കിയത് വോട്ടെടുപ്പ് വൈകാൻ കാരണമായി. രാവിലെ 7 മണിക്ക് ആരംഭിക്കേണ്ട വോട്ടെടുപ്പ് പല ബൂത്തുകളിലും വൈകി.
വോട്ടിംഗ് മെഷീന്റെ തകരാറ് മൂലം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ IT സ്കൂൾ ബൂത്തിൽ 45 മിനിറ്റ് വൈകിയാണ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതിനാൽ കൊയ്യോങ്കര നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിൽ 20 മിനിറ്റ് വോട്ടിംഗ് വൈകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ട്രാൻസ്ജെൻഡർ ഇഷ കിഷോർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിൽ നിന്നും 12ഓളം ട്രാൻസ്ജെൻഡേഴ്സാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും ശക്തമായിട്ടൊരു ആയുധമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഒരു കൂട്ടം മനുഷ്യർക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളും കാര്യങ്ങളൊക്കെ തന്നെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് എൻ്റെ ഇന്നത്തെ വോട്ട്. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു പോകുന്ന പ്രധാന അധ്യാപിക ശ്രീരേഖ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. നിരവധി ആളുകൾ യാത്രയയപ്പ് പരിപാടിയിൽ സംബന്ധിച്ചു. രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തു പോകുന്ന പ്രധാന അധ്യാപിക ശ്രീരേഖ ടീച്ചർക്ക് PTA SMC മദർ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ ഉപഹാരം നൽകി. ഗ്രാമത്തിന്റെ അന്തരീക്ഷം അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയെല്ലാം വന്നു. അതുപോലെ തന്നെയായിരുന്നു കുട്ടികളും, അതുപോലെ PTA, അതുപോലെ SMC, അതുപോലെ മദർ PTA എല്ലാവരുടെയും സഹകരണം നല്ലപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതുപോലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ടീച്ചറായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലും വളരെ നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരുടെ സഹകരണത്തിൽ നന്ദി പറയണം. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള ആ സ്നേഹോപഹാരത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. SMC ചെയർമാൻ AV പവിത്രൻ, MK രവീന്ദ്രൻ മാസ്റ്റർ, ആശാലത, അനീഷ് മാസ്റ്റർ, ധന്യ അരവിന്ദ്, പ്രകാശൻ മാക്കി, വിനോദ് തേജസ്, ശശി കാലിച്ചാമരം, ശശി ചിറക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രിയ VK സ്വാഗതം പറഞ്ഞു. HM ശ്രീരേഖ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ കനത്ത പോളിംഗ്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ പ്രകടമായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പടന്നക്കാട് ശ്രീനാരായണ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും മൂന്നാമതൊരു ഊഴം കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുകയാണെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയും BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ ML അശ്വിനി വോർക്കാടി പഞ്ചായത്തിലെ ബൂത്ത് 49 കൊഡ്ലമുഗുരു ശ്രീ വാണി വിജയ AUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അശ്വിനി. നാടിന്റെ വികസനം നടപ്പാക്കുന്നവർക്കാണ് വോട്ടെന്നും നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കാൻ പാടില്ലെന്നും നടൻ ഉണ്ണിരാജ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കൊവൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണിരാജ്. വികസനത്തിന് ഒരു വോട്ട് എന്നും LDF ഭരണം തുടരുമെന്നും എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടുണ്ടെന്നും സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ പുത്തിലോട്ട് AUP സ്കൂളിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ എത്തിയതിനെ തുടർന്ന് UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പുത്തിലോട്ട് AUP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലാണ് സംഭവം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി AKM അഷ്റഫ് ബഡാജെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഉദുമ മണ്ഡലം LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 177 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കാസർഗോഡ് നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ ഉദുമ നിയോജക മണ്ഡലത്തിലെ പൊയിനാച്ചി തെക്കൽ പറമ്പ UP സ്കൂൾ 41 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.